എൻ്റെ അലമാര നിങ്ങളുടെയും. ഞാൻ ആദ്യമൊക്കെ എല്ലാ സൺഡേയും 5 ഡ്രസ്സുകൾ വീതം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോഴാണ് എന്താണ് പേഴ്സണലി കുറേ മെസ്സേജ്, ചേച്ചി ഞങ്ങൾക്ക് തരുമോ, എനിക്ക് വേണം, എനിക്കൊരു 5 ഡ്രസ്സ് അയക്കി. ഞാനിവിടെ ബോട്ടിക്ക് നടത്തുന്ന ഒരാളല്ല. എനിക്ക് കൊളാബ് കിട്ടുന്നതും പിന്നെ ഞാൻ സിംഗിൾ യൂസൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ, എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു ഡ്രസ്സിന് വേണ്ടി ഞാൻ ഒത്തിരി കൊതിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഇല്ലാതിരുന്ന ആ ഒരു കാലത്ത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ ചെയ്യുന്നതാണ്. ദയവായി പേഴ്സണലി മെസ്സേജ് അയക്കരുത്, അതുപോലെ തന്നെ ഇൻബോക്സിൽ മെസ്സേജ് അയക്കരുത്. കാരണം ഞാൻ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റ് ആണ്. സ്റ്റഡി അബ്രോഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലാം ഡ്രസ്സിൻ്റെ മെസ്സേജുകളാണ്. പിന്നെ ഇമാതിരി പരിപാടികളും ചെയ്യരുത്. എമ്മാതിരി ഇത് കണ്ടോ, കഷ്ടപ്പെട്ട് നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് കൊറിയർ പോലും ചെയ്യുന്നത്. ആ ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. എന്നിട്ട് എന്താണ് ഷഫ്ന ഷെറിൻ, നീലാല ഹൗസ്, പാലക്കാട്. പിന്നെ അതുപോലെ അരുഷി, ഇതൊക്കെ കണ്ടോ. ഇത് അവിടെ എത്തിയിട്ട് കൊറിയറുകാർ നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എടുക്കാതെ നിന്നിട്ട് കുറച്ച് ദിവസം അവിടെ പെൻഡിങ് വെച്ചിട്ട് അവർ തിരിച്ചിങ്ങോട്ടേക്ക് അയച്ചതാണ്. ഇനി ഇത് വേറൊരാൾക്ക് അയക്കണമെങ്കിൽ വീണ്ടും നമ്മൾ പൈസ മുടക്കണം, എഫേർട്ട് കൊടുക്കണം. അപ്പോൾ അതാ അടുത്ത ആഴ്ചയിലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ട് കൊറിയർ അയക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് പുറത്ത് മെസ്സേജ് അയക്കാതെ നിങ്ങൾ യഥാർത്ഥ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള ആ ഒരു മനോസ്ഥിതി എങ്കിലും നിങ്ങൾ കാണിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ അലമാര നിങ്ങളുടെയുമായി അടുത്ത ദിവസം കാണാം. ബൈ.